നമുക്ക് മഹേഷിന്റെയും ഇഷിതയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മൾ കാണുന്ന ചിപ്പിമോളുടെ ബർത്ത്ഡേ അങ്ങനെ അതിഗംഭീരമായിട്ട് ആഘോഷിക്കാനായിട്ട് ഇഷിതയും മഹേഷും ഒക്കെ തീരുമാനിക്കുകയാണ്. ഈ സമയത്ത് ചിപ്പിമോൾക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഈ ബർത്ത്ഡേക്ക് ആദ്യേട്ടനെ വിളിക്കണം, ആദ്യേട്ടൻ വന്ന് ബർത്ത്ഡേക്ക് പങ്കെടുക്കണം, പിന്നീട് തൻ്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഇഷിതയോടും മഹേഷിനോടും പറയുന്നുണ്ട്. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിനും ഇഷിതയ്ക്കും ടെൻഷനായി. ഒരു പക്ഷേങ്കിൽ ഒരു കാരണവശാൽ ആദ്യം ഇങ്ങോട്ടേക്ക് വിടാനായിട്ട് രചന സമ്മതിക്കില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലോ ചിപ്പി മോൾക്ക് വിഷമാവില്ലേ. പിന്നീട് ചിപ്പി പറഞ്ഞു, അതെ ഇതൊന്നും ഓർത്ത് ഡാഡി അമ്മയും വിഷമിക്കണ്ട, ഞാൻ ആദ്യേട്ടനോട് സംസാരിക്കാന്ന് പറയണ. ഒരു കാര്യം ചെയ്യാം, അമ്മയെ ഫോണൊന്ന് വിളിച്ചു തരാൻ പറയണ. അങ്ങനെ എന്ത് ചെയ്യണം, ഇഷിത അവസാനം ആദ്യയുടെ നമ്പറിലേക്ക് വിളിക്കും. അപ്പം ആദ്യയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇഷിതയുടെ കയ്യിലുണ്ടായിരുന്നു. ആദ്യക്ക് ഫോണും ഉണ്ടല്ലോ. അങ്ങനെ ഇഷിത വിളിച്ചു കഴിയുമ്പോഴത്തേനും ആദ്യം നോക്കി കഴിഞ്ഞപ്പോൾ ഇഷിതാമ്മന്ന് കണ്ടു. ഇഷിതാമ്മ നാടത്തെ സേവ് ചെയ്തിട്ടിരിക്കുന്നത്. ആദ്യക്ക് പഴയതുപോലെ ഒന്നുമല്ല, ഇഷിത സ്വന്തം അമ്മയായിട്ടാണ് കാണുന്നത്. ചിപ്പി അമ്മയെന്നാണല്ലോ വിളിക്കുന്നത്. അങ്ങനെ ഇഷിതാമ്മയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോൾ പറഞ്ഞു, അതെ ഞാനത് ചിപ്പിയാന്ന് പറയണം. ആഹാ എന്താ ചിപ്പി, എന്താ കാര്യം എന്താന്ന് ചോദിക്കുക. അതെ നാളെ എൻ്റെ ബർത്ത്ഡേയാ, ആദ്യേട്ടൻ വരുമോയെന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ ഞാൻ ആദ്യേട്ടൻ വരണം, നമുക്കിവിടെ ആഘോഷിക്കാമെന്ന് പറയണം. അത് പിന്നെ ചിപ്പി ഞാനേ അമ്മയുടെ കൈ കൊടുക്കാമെന്ന് പറയണം. അങ്ങനെ ഇഷിതയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. ഇഷിത ആദ്യയോട് സംസാരിക്കുകയാണ്. അതെ മോൻ നാളെ വരാൻ പറ്റുമെങ്കിൽ വരണം, പിന്നെ വീട്ടിൽ പറഞ്ഞിട്ടൊക്കെ വേണം വരാനെന്ന് പറയണം, വരാതിരിക്കരുത് എന്ന് പറയണം. അത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു, അത് പിന്നെ അമ്മ സമ്മതിക്കുമോയെന്നറിയില്ല, നോക്ക് വരാൻ പറ്റുമെങ്കിൽ വരണമെന്ന് പറയാം. ചിപ്പിയുടെ ആഗ്രഹമല്ലേ, അവൾക്ക് ഒത്തിരി ആഗ്രഹം. ഈ ബർത്ത്ഡേ ഇതുവരെയായിട്ടും മോൻ്റെ കൂടെ ആഘോഷിച്ചിട്ടില്ലോ, അപ്പോൾ ആഘോഷിക്കണം എന്നുള്ള എന്ന് പറയണം. അങ്ങനെ ഇത്തിരി സമയം സംസാരിച്ചിട്ടാണ് കോള് കട്ട് ചെയ്യണേ. ആ സമയം ആദ്യം ഓർത്തു എന്താ ചെയ്യണ്ടേ, എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. കാരണം അല്ലെങ്കിൽ ചിപ്പിമ്മളുടെ ബർത്ത്ഡേക്ക് താൻ ചെന്നില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര വിഷമാവുമല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് ഇഷിതയുടെ മഹേഷിൻ്റെ അടുത്ത് വന്നിട്ട് ചിപ്പിമോള് പറഞ്ഞു, അത് എനിക്കറിയാം ആദ്യമാണ് എൻ്റെ ബർത്ത്ഡേക്ക് വരുമെന്ന്, എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം, ഉറപ്പായിട്ടും വരുമെന്നൊക്കെ പറയണം. ഈ സമയം രജന ആക്കപ്പാടെ സമനിലേറ്റ് ഇരിക്കുകയാണ്. രജനയ്ക്കറിയാം നാളെ ചിപ്പിയുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ബർത്ത്ഡേ ആണെങ്കിൽ അത് അവരെല്ലാവരും കൂടെ സന്തോഷമായിട്ട് ഇഷിതയും മഹേഷും ആഘോഷിക്കും. അതും ചിപ്പിയുടെ കൈ പിടിച്ച് മഹേഷ് ഇഷിതയായിരിക്കും കേക്ക് കട്ടിയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും രചനയുടെ ഉള്ള മനസ്സമാധാനം കൂടെ പോയി കിട്ടി. പിന്നീട് ഓർത്തു എന്തെങ്കിലും ചെയ്തേ മതിയുള്ളൂ, ഒരു കാരണവശാലോ ആ ബർത്ത്ഡേ ഫംഗ്ഷൻ അതിഗംഭീരമായിട്ട് നടക്കരുത് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഈ സമയം ആദ്യയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും നാളെ ബർത്ത്ഡേക്ക് പോകണം, ബർത്ത്ഡേക്ക് പോയിട്ട് ഒരു നല്ലൊരു സമ്മാനം കൊടുക്കണം ചിപ്പിക്ക്, അതായിരുന്നു എന്താ അവൾക്ക് കൊടുക്കണ്ടേ. അങ്ങനെ ഒരു ചിന്തയൊക്കെ മനസ്സിലുണ്ട്. എന്ത് റിസ്ക് എടുത്താലും പോയേ മതിയാവുള്ളൂ, ഇനിയിപ്പോൾ അമ്മയെന്നല്ല ആര് തടഞ്ഞാലും താൻ പോകുന്ന ആദ്യം ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ് ചിപ്പിയുടെ. അപ്പോൾ ചിപ്പി പറഞ്ഞു, അതെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെയും കൂടെ വിളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അതിനെന്താ കുഴപ്പം, വിളിച്ചോളാൻ പറയണം. അങ്ങനെ കിരണിനെയൊക്കെ വിളിക്കുന്നുണ്ട്. കിരണിനെയൊക്കെ വിളിക്കുവാണെങ്കിൽ കിരണിൻ്റെ ഒക്കെ കൂടെ ആദ്യേട്ടനോട് വന്നോളൂല്ലോ. അങ്ങനെ അവർക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാലോ എന്നൊരു ചിന്തയൊക്കെ ചിപ്പിയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. അങ്ങനെ ചിപ്പി അവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക്. അപ്പോൾ കിരൺ പറഞ്ഞു, ഞങ്ങൾ വന്നേക്കാൻ ചിപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിപ്പിയോടും പറയുന്നുണ്ട്. രാവിലെ തന്നെ മഹേഷ് ഇഷിതയും ബർത്ത്ഡേക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. കുറേ ബലൂണുകളും കാര്യങ്ങളും എല്ലാം മേടിച്ച് മുറിയൊക്കെ നന്നായിട്ട് അലങ്കരിക്കുകയാണ്. അങ്ങനെ അലങ്കരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചിപ്പി അങ്ങോട്ടേക്ക് ഓടി വന്നു. ചിപ്പിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത ചോദിച്ചു, ആഹാ ബർത്ത്ഡേ കുട്ടി ഇങ്ങനെയാണോ, പുതിയ ഉടുപ്പൊക്കെ വേണ്ടേന്ന് ചോദിക്കാം. പിന്നെ വേണ്ടേന്നോ, അതെ ആദ്യേട്ടൻ വരുമായിരിക്കില്ല അമ്മേന്ന് ചോദിക്കുകയാണ്. പിന്നെ വരാതെ ആദ്യേട്ടൻ ഉറപ്പായിട്ടും വരും, മോളുടെ ബർത്ത്ഡേ കൂടാൻ വരുമെന്ന് പറയണം. ചിപ്പിക്ക് അതാണ് പ്രാധാന്യം, വേറെ ഒന്നുമല്ല, ആദ്യേട്ടനും കൂടെ വരണം, തൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് അലങ്കരിച്ചു. ഈ സമയം സ്വപ്നവല്ലി പോയി പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സ്വപ്നവല്ലിയുടെ രാമനാഥൻ്റെ മനസ്സിൽ ആദി വരും എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ ആദിക്ക് വേണ്ടിയിട്ട് തങ്ങളും എന്തെങ്കിലും കരുതണമല്ലോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടാണെങ്കിലും കാര്യമായിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ തവണയെങ്കിലും അതിൻ്റെ ആ കുറവ് അങ്ങോട്ട് നികത്തണം. തൻ്റെ കൊച്ചുമക്കൾ രണ്ടുപേരും അടുത്തേക്ക് വരുന്ന ഒരു നിമിഷമല്ലേ, അപ്പോൾ രണ്ടുപേരും ഒരുമിക്കുന്ന നിമിഷമല്ലേ. അപ്പോൾ ആ സമയത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് സ്വപ്നവല്ലിയും രാവിലെ അടുക്കള കയറി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇഷിതയെല്ലാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നീട് ചിപ്പിക്ക് വേണ്ടിയിട്ട് വലിയ ഗിഫ്റ്റൊക്കെ തന്നെ ഇഷിതയും മഹേഷും പോയി വാങ്ങുന്നുണ്ട്. ചിപ്പിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളും അണിയാനുള്ള എല്ലാം വാങ്ങി. ആ സമയത്ത് ഇഷിതയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആദിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങണം. ചിപ്പിക്ക് നമ്മൾ വാങ്ങുന്നുണ്ട്. ആ കൂടെ തന്നെ
ആദിക്കും എന്തെങ്കിലും വാങ്ങിയാലെന്ന് ചോദിക്കുക. അത് ശരിയാന്നുള്ള കാര്യം മഹേഷിനും തോന്നി. കാരണം അവൻ ബർത്ത്ഡേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവനും എന്തെങ്കിലും കൊടുക്കണ്ടേ. പിന്നീട് ഇഷിത അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ വാങ്ങണം. അപ്പോൾ ആ ഓർമ്മയില്ലാതെ നിന്ന സമയത്ത് അവൻ്റെ മനസ്സിലെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഇഷിത തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ്റെ കളറും അവൻ്റെ ടേസ്റ്റ് എന്താണെന്നും അതൊക്കെ ഇഷിതയ്ക്ക് അറിയായിരുന്നു. അങ്ങനെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇഷിത പോയി സെലക്ട് ചെയ്ത് കൊണ്ടിരുന്നത്. അങ്ങനെ അവരെല്ലാം വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തി. ഈ സമയത്ത് ആദ്യം എന്ത് ചെയ്യുവാണ്, ആദ്യം വീട്ടിലൊരു കള്ളത്തരമൊക്കെ പറഞ്ഞ് ആദ്യം ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് നേരെ ചാടുന്നുണ്ട് അവിടുന്ന്. പിന്നീട് കിരണിനെ അവരെല്ലാവരും കൂട്ടി നേരെ ചിപ്പി മോളുടെ അടുത്തേക്ക് ഒരുപാട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിപ്പിയുടെ അടുത്തേക്ക് ആദ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഈ സമയം ചിപ്പി പറഞ്ഞു, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യമായിട്ടും വരുമോയെന്ന്. അല്ല ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആദ്യമായിട്ട് അമ്മ ഒന്നുകൂടെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചോദിക്കാം. ഉണ്ടാക്കിയാലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ആ കാര്യത്തിൽ പേടിയില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിയുമ്പോൾ ഇഷിതയ്ക്ക് വരെ ഒരു അനുഭവം തോന്നി. കാരണം ആദ്യക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ അവർ ചിപ്പി ആദ്യം കൂടെ അവരോടെ കിരണിനെ എല്ലാവരും കൂടെ വിളിച്ച് അവർ കളിച്ച് തിരിച്ച് അവരോട് നടക്കുവാണ്. കാരണം ഇനിയിപ്പോൾ കേക്ക് കെട്ടേണ്ട കുറച്ച് സമയം കൂടെ വേണം. ഈ സമയം രചന എന്ത് ചെയ്യുവാണ്, രചന നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം അങ്ങോട്ടേക്ക് പോയെന്ന് മനസ്സിലായി. രചനയ്ക്ക് സംശയം ഉണ്ടായിരുന്നു ആദ്യം അങ്ങോട്ടേക്ക് പോവാന്ന്. പിന്നീട് രചനയ്ക്ക് ആ പാടെ ദേഷ്യമായിപ്പോയി. രചന പോയി ആകാശിനോട് പരാതി പറഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞു, അല്ലേലും നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, ഇപ്പൊ കണ്ടില്ലേ നിന്റെ മോന് നിന്നെ ഉപേക്ഷിച്ച് കണ്ടില്ലേ, അവളുടെ ഒപ്പം പോയത് കണ്ടോ, ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങോട്ട് സ്ഥിരതാമസമാവും, നിനക്ക് നിന്റെ 2 മക്കളെ നഷ്ടപ്പെടും, ഒരു പെറ്റമ്മയുടെ രോദനം കണ്ടില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല, നീ പ്രസവിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ 2 മക്കൾക്കും ഇപ്പം സ്നേഹം ആരോടാന്നറിയോ, ആ ഇഷിതയോടാ എന്നൊക്കെ പറഞ്ഞ് രചനയുടെ മനസ്സിലേക്ക് അങ്ങോട്ട് എരിപെരി കയറ്റി കൊടുക്കണം. രചനയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം വരുന്നത്. രചന പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഈ രചന ആരാന്ന് അറിയത്തില്ലാത്തോണ്ടാന്ന് പറയാൻ. നിനക്ക് പറ്റുമെങ്കിലേ നീ ഒരു കാര്യം ചെയ്യുക, ആ ചെന്നിട്ട് ആ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങോട്ട് കുളവാക്കാൻ നോക്കും. അല്ല നിനക്ക് എന്തെങ്കിലും പരിഗണന കിട്ടുമെന്ന് അറിയാലോ. ഓ എന്നാലും ഒന്ന് ഓർത്ത് വയ്ക്കേ, ആ ഇഷിത ചിപ്പിയുടെ കൈ പിടിച്ചിട്ട് കേക്ക് കെട്ടിയെന്ന് നിനക്ക് ഒരു പ്രാധാന്യം ഉണ്ടാകത്തില്ലെന്ന് പറയാം. രചന പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഉണ്ടോ ഇല്ലെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം. അതോടൊപ്പം തന്നെ അവനിപ്പോൾ കണ്ടില്ലേ, എന്നെ അവന് വേണ്ട, അവനിപ്പോൾ എല്ലാം അവരാണെല്ലാം. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, അവസാനം രചന അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് മഹേഷിൻ്റെ ചിപ്പിമോളുടെ അടുത്തേക്ക്. അങ്ങനെ ഒരുങ്ങി കെട്ടി അങ്ങോട്ട് ചെല്ലുകയാണ്. ഈ സമയത്ത് ചിപ്പിമോളെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ്. അവർ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ കേക്ക് കൊണ്ടുപോയി വെച്ചു. ചിപ്പിമോളെ നല്ല സുന്ദരിയാക്കി ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇഷിത, ഒരു മാലാഹ കുട്ടിയെ പോലെ. അങ്ങനെ ചിപ്പിയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം പറഞ്ഞു, കൊള്ള സൂപ്പറായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനെന്നൊക്കെ പറയാണ്. ഈ സമയം കിരണും കൂട്ടുകാരനൊക്കെ ഉണ്ടായിരുന്നു, അവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നീട് ഇഷിത പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ എന്നൊക്കെ ചോദിക്കുകയാണ്. കേക്ക് കട്ട് ചെയ്യാന്ന് പറയണം. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് ഒരുങ്ങുന്ന സമയത്താണ് കഥവും തുറന്ന് രചന അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഒരു നിമിഷം എല്ലാവരും അന്തം വിട്ടുപോയി. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നെന്ന് അവർക്ക് മനസ്സിലായി. പിന്നീട് രചന വന്നിട്ട് ആദ്യം ഓടിച്ചു, ഓഹോ അപ്പം നീ ഇങ്ങോട്ടേക്കല്ലേ കള്ളത്തരം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ എന്നൊക്കെ ചോദിക്കണം. അത് കേട്ടപ്പോൾ ആദ്യം ഒന്നും മിണ്ടിയില്ല. നിന്നെ കാണിച്ചിടാം, മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് വാടാന്ന് പറഞ്ഞ് കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ച് വലിക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ചെന്നിട്ട് രാമനാഥൻ പറഞ്ഞു, രചന ഇവിടെ നല്ല ചടങ്ങ് നടക്കുന്ന കണ്ടില്ലേ, ചിപ്പിമോളുടെ ബർത്ത്ഡേ ആണ്, അത് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുക. ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ വന്നിട്ട് നീയും കൂടെ നിന്റെ മോളല്ലേ അവള്, നീ പ്രസവിച്ച മോളല്ലേ അത്, അങ്ങനെയാണെങ്കിൽ നീ അവളുടെ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറയണം. അത് കേട്ടപ്പോൾ രചനയ്ക്ക് സഹിച്ചില്ല. ആദ്യം പറഞ്ഞു, എന്താ മമ്മി ഇത്, അമ്മ ഇവിടെ നിൽക്ക്, കണ്ടില്ലേ ഇപ്പം ഈ സമയത്ത് ഇവിടെ എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ചിപ്പിക്ക് വിഷമാവില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. രചനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രചന ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഒട്ടും മടിച്ചില്ല. ചിപ്പിയുടെ കൈ പിടിച്ചിട്ട് ഇഷിതയും മഹേഷും കൂടെ അങ്ങനെ കേക്ക് കട്ട് ചെയ്യുവാണ്. രചന നോക്കിയിരുന്നു. അങ്ങനെ കേക്കിൻ്റെ ആദ്യ പീസ് എടുത്ത് മഹേഷിനും പിന്നീട് ഇഷിതയ്ക്കും വെച്ച് കൊടുക്കണം. താൻ അവിടെ അവഗണിക്കപ്പെട്ടെന്നുള്ള കാര്യം രചനയ്ക്ക് മനസ്സിലായി. എന്തേലും പറയാനും ചെയ്യാനും പറ്റുമോ, ഒന്നും വയ്യാത്തൊരവസ്ഥയിലേക്കായി പോയി കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. അങ്ങനെ അവസാനം അതിനുശേഷം ആദിക്കും കൊടുത്ത് പിന്നീടാണ് രചനയ്ക്കൊക്കെ കൊടുക്കുന്നത്. രചനയ്ക്ക് കൊടുക്കാൻ തന്നെ ചിപ്പിമോൾക്ക് എടുത്തു കൊടുക്കാൻ തന്നെ താല്പര്യമില്ലായിരുന്നു. കാരണം രചന എപ്പോൾ വന്നാലും പ്രശ്നം ഉണ്ടാക്കാറില്ലേ ഉള്ളൂ. രചനയ്ക്ക് ഇത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. രചന അവിടെ കിടന്ന് ചാടിത്തൊള്ളുന്നുണ്ട്. ഈ സമയം സ്വപ്നമല്ലേ രചനയോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. കണ്ടില്ലേ എത്ര സന്തോഷത്തോടെ നീ പ്രസവിച്ചെന്ന് കരുതുന്ന നിന്റെ മോനും മോളും കൂടെ നിൽക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കണം. അവർക്കിപ്പോൾ എല്ലാം അവൾ ഇഷിത കഴിഞ്ഞിട്ടുള്ളെന്ന് പറയാണ്.
പിന്നെ നിനക്ക് എന്താണല്ലോ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടാൻ പോകുന്നില്ല രചനയെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, അവരെൻ്റെ മക്കളാന്ന് പറയാം. നീ പ്രസവിച്ചെന്നല്ലേ ഉള്ളൂ, അല്ലാതെ നിന്റെ മക്കളൊന്നും ആന്ന് ഞാൻ പറയത്തില്ല എന്ന് പറയണേ. നിനക്ക് ഒരിക്കലും ഈ പരിഗണന കിട്ടത്തില്ല, അതോർത്ത് നീ ഇവിടെ നിൽക്കുകയും വേണ്ടെന്ന് പറയാം. ആദ്യം നീ ഇത്രയും കാലം തടഞ്ഞു വെച്ചു, എന്നിട്ട് ഇപ്പം എന്തായി? ആദ്യം ഇങ്ങോട്ടേക്ക് വന്നില്ലേ? ഇതാണ് രക്തബന്ധം എന്ന് പറഞ്ഞാൽ. നീ എത്ര അവനെ കൊണ്ട് ചേർത്ത് പിടിച്ചെന്ന് പറഞ്ഞാലും രക്തത്തെ തിരിച്ചറിയും രചന. അവൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കും, അതിനെ തടയാൻ നിനക്കെന്നല്ല ആർക്ക് സാധിക്കില്ല എന്ന് പറയണം. അത് കേട്ടപ്പോൾ രചന ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ നാണം കെട്ട് നിൽക്കുകയാണ്, എന്ത് ചെയ്യണം എന്നറിയില്ലാതെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഇനി നെക്സ്റ്റ് വീക്ക് പ്രമേയം വരാട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.